പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഈശ്വര. ഇമാതിരി പരിപാടിക്കൊന്നും വരണ്ടായിരുന്നു. വല്ല കല്യാണം കഴിച്ച് വീട്ടിലെങ്ങാനും ഇരുന്നാ മതിയായിരുന്നു. ഷോ, ഡോക്ടറാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ആദ്യമായിട്ടാ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ പേടിയായിട്ടും വയ്യ. ദൈവമേ, ഇയാൾ മരിച്ചെന്നെ കിടക്കുകയാണോ? ചേട്ടാ ചേട്ടാ, അയ്യോ, ഇയാള് തട്ടിപ്പോയത് തന്നെയാ. ഈശ്വര കാത്തോളണേ. സിസ്റ്ററേ, ഇങ്ങനെ കടന്ന് ചിണുങ്ങാൻ ഈ മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ കാമുകനൊന്നുമല്ല. ഇങ്ങോട്ട് പോ സിസ്റ്ററേ. ഡോക്ടറെ, എന്താ ഞാൻ ആദ്യമായിട്ടാ പോസ്റ്റ്മോർട്ടത്തിന് നിൽക്കുന്നത്. എനിക്കാണെങ്കിൽ പേടിയായിട്ടും വയ്യ. സിസ്റ്ററിന്റെ വർത്താനം കേട്ടപ്പോന്ന് ഞാൻ ഇവിടെ 10,000 പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിൽക്കുകയാണെന്ന്. നമ്മൾ 3 പേരും ആദ്യമായിട്ടാ. 3 പേരോ? ആ, നമ്മൾ 2 പേരും പിന്നെ ശവോ. ഇയാൾ ആദ്യമായിട്ടല്ലേ മരിക്കുന്നേ? ആ, പിന്നെ ഇതൊരു അജ്ഞാത ശരീരാന്നാ പറഞ്ഞേക്കുന്നത്. ബന്ധുക്കളെല്ലാം വരുവാണെ കൊടുത്തു വിട്ടേക്ക്, അല്ലെങ്കിൽ നമുക്ക് സംസ്കരിക്കാം. ഓ, പണ്ടാരം അടങ്ങാനായിട്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ. ഞാൻ വിചാരിച്ചു ഇവിടെ വല്ല പ്രേതം വന്ന് നിൽപ്പുണ്ടാവുന്നു. എന്റെ പൊന്നു സിസ്റ്റർ, ഞാൻ ഒന്നാതെ പേടിച്ച് വരച്ച ശവമായിട്ട് അതിന്റെ ഉള്ളിൽ നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് കൂടെ തിരുവല്ലേ? അല്ലെങ്കിൽ തന്നെ ഒരു ശവമാ. എന്തോ മൊബൈൽ ഫോൺ. എന്നാ സിസ്റ്റർ, മൊബൈൽ ഫോണൊക്കെ അവിടെ ഇരിക്കട്ടെ. അയ്യോ, ദേ കിടക്കുന്നു. മനുഷ്യനെ പറ്റിക്കാറുണ്ടാക്കി വെച്ചോണം. ഹലോ, എവിടെ മനുഷ്യ നിങ്ങള്? ഹലോ, ആരുടെ നീ? ഞാൻ കീർത്തി. അങ്ങനെ എന്തേ? പുള്ളി ഇവിടെ കിടപ്പുണ്ട്. അയാൾ എന്തിനാ അവിടെ നടക്കുന്നേ? ഞാൻ പറയുന്ന കേക്ക്, പുള്ളിയെ പുതപ്പിച്ച് നടത്തിയേക്ക്. ഞാൻ പറയുന്ന കേക്ക്, പുള്ളി മരിച്ചു. എന്തോ പറഞ്ഞേ? നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചു. ഹലോ ഹലോ, ദൈവമേ, അവിടെയും വെടി തീർന്നോ? ഒരു പോസ്റ്റ്മോർട്ടം കൂടി ചെയ്യേണ്ടി വരുമല്ലോ ഈശ്വര. അയ്യോ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് കിടന്ന് ഉറങ്ങി നോക്കി. സിസ്റ്ററെ, കളിക്കല്ലേ എണീക്ക്. സിസ്റ്ററെ, ഇയാളുടെ ഫോണിന്റെ റിംഗ് ടൂണാ. അതിന് സിസ്റ്റർ എന്തിനാ ഗുണം പിടിച്ചേക്കുന്നേ? ഇത് ഗുണമല്ല ഡോക്ടറെ, കുരിശോ. തുടങ്ങാം. അമ്മേ, ദൈവമേ, അമ്മയെ കത്തോ. ഇതെന്നതാ? ആപ്പിൾ ഇങ്ങോർക്ക് കൊടുക്കാൻ. ഇയാളിവിടെ പ്രസവിച്ചടക്കമാണോ ആപ്പിൾ കൊണ്ടൊന്നും കൊടുക്കാൻ? ആപ്പിള്. സിസ്റ്റർ, കോടാലി ഇങ്ങോട്ടെടുത്തേ, കത്രി ഇങ്ങോട്ടെടുത്തേ. ഡോക്ടറെ, കത്രി എവിടെയൊന്നും ഉണ്ടായിരുന്നോ? ഒരു കുഞ്ഞു നിക്കർ വിട്ട് അലമാരിന്റെ ഉള്ളിൽ കയറിപ്പോണ്ട്. ഞാനത് കയറ്റിയാ വെച്ചിട്ട് എന്തൊക്കെ എന്നോടാണോ ചോദിക്കുന്നേ? കത്രിക. തുടങ്ങാം അമ്മേ. ദൈവമേ, അയ്യോ. ഹലോ ഹലോ, എന്റെ കെട്ടിയോൻ എന്തോ പറ്റിയെന്നാ പറഞ്ഞേ? ആ മേഡം, ഞാൻ പറഞ്ഞില്ലേ പുള്ളി മരിച്ചു. ഞങ്ങളിവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെയ്തോണ്ടിരിക്കുക. ഹലോ, തുടങ്ങാം. അമ്മേ, അമ്മേ, ഈശ്വര. ഡോക്ടറെ, ഒരു നഖം വെട്ടി എടുക്കട്ടെ? എന്തിന്? ഇങ്ങേറെ നഖം വെട്ടാൻ. പിന്നെ ഈ കാലെടുത്ത് വെച്ചോണ്ടിരിക്കുന്നതിന്റെ പെട്ടെന്നുള്ള ടെൻഷൻ നിങ്ങൾ തരയെങ്കിൽ തല സിസ്റ്റർ ഇങ്ങോട്ട് നിൽക്കും. അമ്മേ, ഡോക്ടറെ, എന്തോ? ഇങ്ങേര് ചുമ മരുന്ന് കഴിച്ചിട്ടാ മരിച്ചെന്ന് തോന്നുന്നു. ചുമ മരുന്ന് കഴിച്ചിട്ടാ? ആ, എന്റെ ചേട്ടനെ വൈകുന്നേരം വീട്ടിൽ വരുമ്പോ ഇതേ മണവാ. അപ്പൊ ചോദിക്കുമ്പോ എന്നാ പറയുന്നതെന്ന് അറിയാവോ? ചുമയുടെ മരുന്ന് കഴിച്ചിട്ടാണ്. ഇതോ? ആ, എന്റെ പൊന്നു സിസ്റ്റർ, വാറ്റുകാരെ അടിച്ച് കരളും പോയി ചത്ത് കിടക്കുന്നതാണ് ചുമ മരുന്ന്. ആഹാ, ഇത് തീർത്ത് വീട്ടിൽ പോയിട്ട് വേണം കാലന്റെ മുട്ടുകാലിയല്ലോ ഓടിക്കാൻ. ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്നോ? എന്നെ കൂടെ കൊല്ലോ. ചെയ്യാൻ നോക്ക്. ഞാൻ ഇന്ന് കൊല്ലി. ഞാൻ ആരെ കാണാൻ വിളിച്ചോണ്ടിരിക്കുന്നേ? ഹലോ, ഓ പെണ്ണുമ്പിള്ള, നിങ്ങൾ ആരെ കാണാൻ 24 മണിക്കൂർ വിളിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ പുള്ളി മരിച്ചൂന്ന്. ഡോക്ടറെ, വിഷമം കാരണമായിരിക്കും. അയ്യേ, വിഷമം കൊണ്ടൊന്നുമല്ല. 24 മണിക്കൂറും കുടിച്ചേച്ച് വന്ന് എന്നെ എന്റെ പിള്ളേരെ എടുത്തിട്ട് കൊടയുന്ന ആ മനുഷ്യൻ മരിച്ചൂന്ന് കേട്ടപ്പോ ഒരു മനസുഖം, ഒരു രസം. ഇനിയും വിളിക്കവേ, എടുക്കണേ. വെച്ചിട്ട് പോടി അവിടുന്ന്. ഡോക്ടറെ, അപ്പൊ ഇങ്ങേരോ? എഴുന്നേറ്റ് പോവാൻ പറ.